ചരിത്രത്തിൽ ആദ്യമായി സ്വാതന്ത്ര്യത്തിന് വേണ്ടി പണിയെടുത്തതാരാ? ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമാണ്. ഫറോവയുടെ കരാള ഹസ്തങ്ങളിൽ നിന്ന് ബനു ഇസ്രായേലികളെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി പണിയെടുത്ത പ്രവാചകനാണ് ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം. അന്ന് ഫറോവ ബനു ഇസ്രായേലികളെ അടിമകളാക്കിയാണ് വെച്ചത്. അടിമകളായിരുന്നു. ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഫറോവയെ നോക്കിയിട്ട് പറഞ്ഞു, അൻ അബ്ബത്ത ബനി ഇസ്രായീൽ, അൻ അബ്ബത്ത ബനി ഇസ്രായീൽ, ഏ ഫിറഔനെ, നീ ഇസ്രായേലികളെ അടിമകളെ പോലെ വെച്ചിരിക്കുകയാണല്ലോ, തടവ് പുള്ളിയാക്കി വെച്ചിരിക്കുകയാണല്ലോ. ഒരു സ്വാതന്ത്ര്യം അവർക്കില്ലല്ലോ. ജീവിക്കാനുള്ള സ്വാതന്ത്ര്യമില്ല, കഴിക്കാനുള്ള സ്വാതന്ത്ര്യമില്ല, വിവാഹം കഴിക്കാനുള്ള സ്വാതന്ത്ര്യമില്ല. അങ്ങനെ അവരെ തളച്ചിടപ്പെട്ടതുപോലെ, പിടിച്ചു വെക്കപ്പെട്ടതുപോലെ അടിമകളാക്കി വെച്ചിരിക്കുന്ന സമയത്താണ് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഫറോവയുമായിട്ട് യുദ്ധമുണ്ടാക്കുന്നത്. ഫിറഔന്റെ നേർക്ക് നോക്കിയിട്ട് പറഞ്ഞു, അർസിൽ മഅനാ ബനി ഇസ്രായീൽ വലാ തുഅദ്ദിബുഹും. ആ ഇസ്രായേലികളെ എന്റെ കൂട്ടത്തിൽ അയക്ക്, എന്നോടൊപ്പം അയക്ക്. അവരെ നിങ്ങൾ വേദനിപ്പിക്കരുത്, അവരെ അടിമകളാക്കി വെക്കരുത്, അവരെ ബുദ്ധിമുട്ടിക്കരുത്, കഷ്ടപ്പെടുത്തരുത്. അർസിൽ മഅനാ ബനി ഇസ്രായീൽ, ഇസ്രായേലി സന്തതികളെ എന്നോടൊപ്പം അയക്ക്. ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പണിയെടുത്തു, കഷ്ടപ്പെട്ടു, ത്യാഗം സഹിച്ചു. ഇസ്രായേലികൾക്ക് ഫറോവയുടെ കിരാത മർദ്ദനത്തിൽ നിന്നും അടിമത്തത്തിൽ നിന്നും സ്വാതന്ത്ര്യം വാങ്ങിക്കൊടുത്തു ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം. പ്രവാചകന്മാരിൽ ആദ്യമായിട്ട് സ്വാതന്ത്ര്യത്തിന് വേണ്ടി പണിയെടുത്തത് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമാണ്. അതെന്തിനാണ്? ആ മനുഷ്യർക്ക് വേണ്ടിയിട്ടാണ്. സ്വസ്ഥമായി ജീവിക്കാൻ, സ്വതന്ത്രമായി ജീവിക്കാൻ. ഇന്നും ഫലസ്തീനിന്റെ മക്കൾക്ക് സ്വതന്ത്രമായി ജീവിക്കാൻ അവകാശമില്ല. പിറന്നു വീണ മണ്ണ്, ജനിച്ചു വീണ മണ്ണ്. ഒരു കൊച്ചു കുഞ്ഞിനോട് ഈ അടുത്ത സമയത്ത് ഒരു പിതാവ് ചോദിച്ചു, മകളെ നമുക്ക് ഇവിടെ നിന്ന് പോകാം. ആ പിതാവ് മരണപ്പെട്ടു, അല്ലാഹു പുറത്തു കൊടുക്കുമാറാകട്ടെ, ഷഹീദിന്റെ കൂലി കൊടുക്കുമാറാകട്ടെ. നമുക്ക് പോകാം, ഇവിടെ യുദ്ധവും പ്രശ്നങ്ങളും പട്ടിണിയും കൊടും ക്രൂരതകളും മർദ്ദനങ്ങളും ഒക്കെയാണ്. അതുകൊണ്ട് മക്കളെ നമുക്ക് ഇവിടെ നിന്ന് പോകാം. ഏതെല്ലാം നിലയ്ക്ക് ആ പിതാവ് തന്റെ കുഞ്ഞു മക്കളോട് ഒരുമിച്ച് കൂട്ടിയിരുത്തി, വാത്സല്യത്തോടുകൂടി ആ പിതാവ് ആ കുട്ടികളോട് കൊഞ്ചി കുഴഞ്ഞുകൊണ്ട് പറഞ്ഞിട്ട് പോലും ആ കുട്ടികളുടെ നാവിൽ നിന്ന് വന്നത് ഈ ഫലസ്തീൻ എന്ന് പറയുന്നത് പിറന്നു വീണ മണ്ണാണ്. നമ്മൾ ഇവിടെ തന്നെ മരിക്കണം. ഇതാണ് നമ്മുടെ ലക്ഷ്യം, ഇതാണ് നമുക്ക് വേണ്ടത്. അതുകൊണ്ട് ഉപ്പ, ഈ നാട്ടിൽ നിന്ന് വരുന്ന പ്രശ്നമേ ഇല്ല, ഈ നാട്ടിൽ നിന്ന് എങ്ങോട്ടേക്കും പോകുന്ന പ്രശ്നമേ ഇല്ല. മരിച്ചാൽ ഇവിടെ തന്നെ മരിക്കണം. സ്വന്തം മണ്ണിനോട് കൂറുള്ളവർ, സ്വന്തം രാജ്യത്തോട് കൂറുള്ളവർ, ആ സ്വന്തം രാജ്യത്തിൽ നിന്ന് ആട്ടിയോടിക്കപ്പെടുന്ന ഒരവസ്ഥയിലേക്കല്ലേ ഇന്ന് ഫലസ്തീനിന്റെ മക്കൾ. അതാണ് സ്വാതന്ത്ര്യമില്ല എന്ന് പറയുന്നത്. അവർക്ക് എവിടെയാണ് സ്വാതന്ത്ര്യം? സ്വന്തം നാട്ടിൽ പോലും, പിറന്നു വീണ മണ്ണിൽ പോലും സ്വാതന്ത്ര്യമില്ല. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരു കാലഘട്ടത്തിൽ ഫറോവയിൽ നിന്ന് ഇത് വാങ്ങിക്കൊടുത്തു. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം. അതിനുശേഷം ബഹുമാനപ്പെട്ട നബിയുനാ ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളിലേക്ക് കടന്നു വരികയാണ്. ജാഹിലിയ കാലഘട്ടമാണ്. ആ ജാഹിലിയ കാലഘട്ടം, വിവരമില്ലാത്ത കാലഘട്ടം എന്നൊക്കെ പറഞ്ഞാൽ അന്നും അടിമത്വമായിരുന്നു, അടിമപ്പണി എടുപ്പിക്കുമായിരുന്നു. അതല്ലേ അടിമയായ ബിലാൽ റളിയല്ലാഹു തആല അൻഹു എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളത്. കറുത്ത വർഗ്ഗക്കാരനായ ബിലാൽ റളിയല്ലാഹു തആല അൻഹുവിനെ കുറിച്ചൊക്കെ ചർച്ച ചെയ്ത കാരണം എന്താണ്? അബൂജഹലിന്റെ, ഉത്തുബത്തിന്റെ, ശൈബത്തിന്റെ ഒക്കെ തൊഴുത്തിൽ കിടന്ന് പണിയെടുത്തിട്ട് അവന്റെ ഒട്ടകങ്ങളുടെ കാഷ്ടം വാരാൻ വിധിക്കപ്പെട്ടവനായി സ്വാതന്ത്ര്യമില്ലാതെ വെറും മനുഷ്യ ശവമായി ജീവിക്കപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു ബിലാൽ റളിയല്ലാഹു അൻഹു പോലെയുള്ളവർ. അതേപോലെയുള്ളവർ ധാരാളം ആളുകൾ. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരിലേക്ക് ഇറങ്ങി വന്നിട്ട് ഈ അടിമത്വം, ഈ സ്വാതന്ത്ര്യമില്ലായ്മ കാലത്തിന്റെ ചവിട്ടുകൊട്ടയിലേക്ക് തുടച്ചു നീക്കിയിട്ട് അടിമകളെ മോചിപ്പിക്കൽ ഏറ്റവും വലിയ കൂലിയാണ്, സ്വർഗത്തിലെത്തുന്ന പദവിയാണ് ഒരു അടിമയെ മോചിപ്പിക്കുക എന്ന് നബിയുനാ ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലോകത്തോട് പ്രഖ്യാപിച്ചു, കാണിച്ചു കൊടുത്തു. ഒരു അടിമയെ മോചിപ്പിച്ചാൽ അവർക്കുള്ള പ്രതിഫലം സ്വർഗമാണ്. സഹാബാക്കൾ അങ്ങനെ മോചിപ്പിക്കാൻ തുടങ്ങിയില്ലേ? ഓരോരോ അടിമകളെ മോചിപ്പിക്കാൻ തുടങ്ങിയില്ലേ? മാത്രമല്ല പരിശുദ്ധമായ ഖുർആനിൽ പോലും നമ്മൾ ചെയ്യുന്ന ഒരു തെറ്റ്, അതിന് ഹജ്ജിനോ മറ്റുള്ള വേളകളിലോ നമ്മുടെ ഭാഗത്ത് നിന്ന് ഒരു അപാകത വന്നു പോയാൽ ഒരു അടിമയെ നീ മോചിപ്പിക്ക്, ആ തെറ്റിന് അത് പരിഹാരമായി തീരുമെന്ന് അള്ളാഹു പറഞ്ഞു. നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിച്ചു. ഏറ്റവും വലിയ പുണ്യമാക്കപ്പെട്ട ഒരു പുണ്യമായി
കാണപ്പെട്ടു. എന്ത്? അടിമകളെ മോചിപ്പിക്കുക. അതുകൊണ്ട് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ലോകത്തേക്ക് വന്നത് സ്വാതന്ത്ര്യം വാങ്ങി തരാനും കൂടിയാണ്. അതോടെ ചിന്തിക്കണം. ആദരവായ റസൂലുള്ളാഹി തങ്ങൾ നമ്മുടെ നാട്ടിലേക്ക് കടന്നു വന്നത്, ഈ ലോകത്തേക്ക് കടന്നു വന്നത് അടിമത്വത്തിൽ നിന്ന് ജനങ്ങളെ മോചിപ്പിക്കുന്നതിന് വേണ്ടിയാണ്. സ്വന്തം മണ്ണിൽ ജീവിക്കാനുള്ള അവകാശം നേടിക്കൊടുക്കുന്നതിന് വേണ്ടിയാണ് ആദരവായ ഹബീബായ ഷഫീആയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വന്നത്. അതുകൊണ്ടല്ലേ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് അല്ലാഹ് പറഞ്ഞത് യഅ്മുറുഹും ബിൽ മഅറൂഫ് വയൻഹാഹും അനിൽ മുൻകർ വയുഹില്ലു ലഹുമുത് ത്വയ്യിബാത് വയുഹർരിമു അലൈഹിമുൽ ഖബായിസ് വയളഉ അൻഹും ഇസ്റഹും വൽ അഗ്ലാൽ അല്ലതി കാനത് അലൈഹിം. ആരായിരുന്നു പരിശുദ്ധ പ്രവാചകൻ? നന്മ ഉപദേശിക്കാൻ വേണ്ടി ലോകത്തേക്ക് കടന്നു വന്ന ദൂതരായിരുന്നു. തിന്മയെ വിരോധിക്കാൻ വേണ്ടി പഠിപ്പിക്കാൻ വന്ന ഗുരുഭൂതരായിരുന്നു. ഏതാണ് ഹലാൽ, ഏതാണ് ഭക്ഷിക്കൽ അനുവദനീയം, ഏതാണ് കഴിക്കൽ ഭക്ഷിക്കൽ അനുവദനീയമല്ലാത്തത്, നിഷിദ്ധമാക്കപ്പെട്ടത്, ഹറാമാക്കപ്പെട്ടത്, ഇത് വളരെ വ്യക്തമായി പഠിപ്പിച്ചു തന്ന പ്രവാചകനാണ് മുഹമ്മദ് നബിയുനാ റസൂലുള്ളാഹി. മാത്രമല്ല വയളഉ ഇസ്റഹും, അവരുടെ ഭാരങ്ങളൊക്കെ എടുത്തു വെക്കലായിരുന്നു പരിശുദ്ധ പ്രവാചകന്റെ ഡ്യൂട്ടി. ലോകത്തിന്റെ നേതാവിന്റെ ഡ്യൂട്ടി ചാരുകസേരയിൽ ഇരുന്ന് AC ഇട്ട് കറങ്ങലായിരുന്നില്ല. അണികളോട് കൽപ്പിച്ചിട്ട് അണികൾ പോയി പണിയെടുക്കട്ടെ, ഞാനിവിടെ AC ഇരുന്നു കൊള്ളാമെന്നായിരുന്നില്ല പരിശുദ്ധ പ്രവാചകന്റെ ഉത്തരവാദിത്വം. ആദരവായ റസൂലുള്ളാഹി തങ്ങളുടെ ഉത്തരവാദിത്വം വയളഉ അൻഹും ഇസ്റഹും, തന്റെ ഭാരങ്ങൾ, ചുമക്കാൻ പറ്റാത്ത ഭാരങ്ങളുമായി പേറി നടക്കുന്ന പാവപ്പെട്ട അറബികളുടെ തലയിൽ നിന്ന് ആ ഭാണ്ഡക്കെട്ടുകളും ഭാരക്കെട്ടുകളും വാങ്ങിയെടുത്ത് സ്വന്തം തലയിൽ വെച്ച് അവരുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിച്ചു കൊടുത്ത് അവർക്ക് നീതി വാങ്ങി കൊടുക്കലായിരുന്നു, സ്വാതന്ത്ര്യം വാങ്ങി കൊടുക്കലായിരുന്നു ബഹുമാനപ്പെട്ട നബിയുനാ റസൂലുള്ളാഹി തങ്ങളുടെ ഉത്തരവാദിത്വം. വല്ലഗ്ലാൽ അല്ലതി കാനത് അലൈഹിം, നബിയുനാ റസൂലുള്ളാഹി തങ്ങളെ കുറിച്ച് പറഞ്ഞത് അവരുടെ മേൽ ചുറ്റപ്പെട്ടിരുന്ന പൂട്ടപ്പെട്ടിരുന്ന ചങ്ങലക്കെട്ടുകളെയെല്ലാം പൊട്ടിച്ചു കളയാൻ വേണ്ടി നിയോഗിക്കപ്പെട്ട പ്രവാചകനായിരുന്നു ലോകത്തിന്റെ ഗുരുഭൂതർ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. അപ്പൊ ആ അടിമകൾക്ക് മോചനം വാങ്ങിക്കൊടുക്കൽ, അധകൃത വർഗത്തിന്, ആരുമില്ലാത്ത അശരണർ, ആലംബഹീനർ, അവർണർ, അവർക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കാൻ ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കടന്നു വന്നു. സലാമെ ആതിഷെ ജംജീർ ബാത്തിൽ ചോടനെ വാലെ, സലാമെ ഖാരിജ ടൂട്ടെ ഹുവേ ദിൽ ജോടനെ വാലെ. അധർമ്മത്തിന്റെ ചങ്ങലക്കെട്ടുകളെ പൊട്ടിച്ചു കളയാനാണ് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കടന്നു വന്നത്. പൊട്ടിപ്പോയ ഹൃദയങ്ങളെ കൂട്ടിയിണക്കാനാണ് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കടന്നു വന്നത്. ആ ഒരു മനുഷ്യനെ മനുഷ്യനായി കാണാൻ വെറുക്കുന്ന ഒരു കാലഘട്ടത്തിൽ, ഒരു പെൺകുട്ടിക്ക് സ്വസ്ഥമായി ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ടിരുന്ന കാലഘട്ടത്തിൽ, പെണ്ണ് മുത്താണ്, പവിഴമാണ്, മാണിക്യമാണെന്ന് ലോകത്തിന്റെ മുന്നിൽ പഠിപ്പിച്ചു കൊടുക്കുകയും ഒരു പെണ്ണിനെ വളർത്തിയാൽ ഉണ്ടാകുന്ന മഹത്വം എന്തെന്ന് പഠിപ്പിക്കുകയും ഒരു പെണ്ണിനെ വേദനിപ്പിച്ചാൽ ഉണ്ടാകുന്ന ശിക്ഷ എന്തെന്ന് മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്തുകൊണ്ട് ലോകത്ത് സ്വാതന്ത്ര്യത്തിന് വേണ്ടി പണിയെടുത്ത പ്രവാചകനാണ് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. നബി തങ്ങൾ സ്വാതന്ത്ര്യം ലഭിക്കാത്തത് കൊണ്ടല്ലേ സ്വന്തം മണ്ണിൽ നിന്ന് ആട്ടി ഓടിക്കപ്പെട്ടത്. വഹി വന്ന സമയത്ത് പരിശുദ്ധമായ പ്രവാചകൻ മക്ക മുക്കറമയിൽ നിന്ന് ആട്ടി ഓടിക്കപ്പെടും എന്ന് വറഖത്ത് ബിൻ നൗഫൽ എന്ന പാതിരി പറഞ്ഞപ്പോ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞതെന്താ? ഹവ മുഖ്രിജിയഹും, ഈ നാട്ടിലാണ് ഞാൻ ജനിച്ചു വീണത്, എന്റെ സ്വന്തം മണ്ണ്, സ്വന്തം നാട്, എന്റെ മാതൃരാജ്യത്തിൽ നിന്ന് എന്നെ പുറത്താക്കുകയോ? ഇതങ്ങൾക്ക് അത്ഭുതമായി പോയി. ഇന്ത്യ രാജ്യത്തിൽ നിന്ന് നമ്മളെ എല്ലാവരെയും ഇവിടെ നിന്ന് പുറത്താക്കാൻ വേണ്ടി കൊടുമ്പിരി ശ്രമങ്ങൾ നടക്കുമ്പോ ആലോചിച്ചു നോക്കി. നമ്മൾ ടാക്സ് കൊടുത്ത് ചുങ്കം കൊടുത്തിട്ട് ഇവിടെ കിടക്കുന്ന നമ്മളെ ഈ നാട്ടിൽ നാട്ടി ഓടിക്കാൻ വേണ്ടി പരിശ്രമിക്കുമ്പോ ഈ നാട്ടുകാരല്ല എന്ന് പറഞ്ഞാൽ ഞാൻ ഈ നാട്ടുകാരൻ അല്ലെന്നോ എന്ന് ചോദിക്കുന്നത് പോലെ സ്വന്തം മക്കയിൽ പിറന്നു വീണ ഹബീബായ തങ്ങളെ അവിടെ നിന്ന് ആട്ടി ഓടിക്കപ്പെടും, ഈ നാട്ടുകാർ പുറത്താക്കപ്പെടുമെന്ന് ഒരു പാതിരി പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ വാക്ക് മുഖ്രിജിയഹും, എന്നെ പുറത്താക്കുവാൻ, ഞാൻ അൽ അമീൻ, ഞാൻ വിശ്വസ്തനാണ്. അതേ, വിശ്വസ്തന്മാർക്കാണ് നിലനിൽപ്പില്ലാത്തത്. കുതന്ത്രശാലികൾക്കും അഹങ്കാരി തമ്മാടികൾക്കും കയ്യൂക്കുള്ളവനും എവിടെയും നിൽക്കാം, അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്.
ചതിയും വഞ്ചനയും ഇല്ലാത്ത സത്യസന്ധന്മാർക്കാണ് എവിടെയും നിലനിൽപ്പില്ലാത്തത്. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പിറന്ന മണ്ണിൽ നിന്ന് ആട്ടി ഓടിക്കാനും അവിടെ നിന്ന് പറഞ്ഞു വിടാനും അവിടെ നിന്ന് യാത്ര പോകാനുമുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കി കൊടുത്തു. അങ്ങനെ സ്വന്തം മണ്ണിൽ സ്വാതന്ത്ര്യമില്ലാത്തതിന്റെ പേരിൽ ആ നാട്ടിൽ നിന്ന് മദീനയിലേക്ക് റസൂലുള്ളാഹി തങ്ങൾ വന്നു. അപ്പൊ ആ ഹിജ്റ എന്ന് പറയുന്നത് സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള ഹിജ്റയായിരുന്നു. സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള ഹിജ്റയായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക്. ലോകത്തെ ഏറ്റവും വലിയ കലിമ എന്ന് പറയുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതിനേക്കാൾ വലിയ ഒരു വാചകം ലോകത്തിലില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആരാധനക്കർഹൻ അല്ലാഹു അല്ലാതെ മറ്റാരുമില്ല എന്ന ആ ഒരു തത്വമല്ലാതെ ലോകത്ത് അതിനേക്കാൾ രസമുള്ള മൊഞ്ചുള്ള ഒരു വാക്കേ ഇല്ല. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് എന്താണ്? ഫമൻ ശാഅ ഫൽയുമിൻ വമൻ ശാഅ ഫൽയക്ഫുർ. ലാ ഇലാഹ ഇല്ലല്ലാഹ്. ലോകത്ത് 800 കോടിയോളം വരുന്ന മനുഷ്യരുണ്ടെങ്കിൽ ഈ ലോക ജനതയെ എല്ലാവരെയും ലാ ഇലാഹ ഇല്ലല്ലാഹ് അടിച്ചേൽപ്പിക്കാനല്ല പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതാണ് യാഥാർത്ഥ്യം. അല്ലാഹു അല്ലാതെ ആരാധനക്കർഹൻ മറ്റാരുമില്ല. അത് ശരി തന്നെയാണ്. അന്ത്യപ്രവാചകൻ മുത്ത് മുഹമ്മദ് മുസ്തഫ തങ്ങളാണ് ഫൽമൻ ശാഅ ഫൽയുമിൻ, ഇഷ്ടമുള്ളവൻ അത് വിശ്വസിക്കട്ടെ, വമൻ ശാഅ ഫൽയക്ഫുർ, ഇഷ്ടമില്ലാത്തവൻ അതിനെ തള്ളിക്കളയട്ടെ. ലാ ഇക്റാഹ ഫിദ്ദീൻ, അതിന്റെ പേരിൽ നിങ്ങൾ തമ്മിലടിക്കുകയോ നിർബന്ധിച്ച് മതപരിവർത്തനം നടത്തിയിട്ട് മുസ്ലിം അല്ല എങ്കിൽ നിന്നെ ഇവിടെ നിന്ന് ആട്ടിയോടിക്കുമെന്ന് ഒരു വാക്ക് പോലും പറയരുത് എന്ന് ലോക ചരിത്രത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പഠിപ്പിച്ചു. അവിടെയും സ്വാതന്ത്ര്യമാണ് നമ്മളെ പഠിപ്പിച്ചിരുന്നത്. നിനക്ക് വേണമെങ്കിൽ ഇഷ്ടം ചെയ്യും, നിനക്ക് വിശ്വസിക്കാം. നിന്നെ നിർബന്ധിക്കുന്നില്ല, നിനക്ക് സ്വാതന്ത്ര്യമുണ്ട്. യുവർ ചോയ്സ്. നിനക്ക് ഇഷ്ടമുള്ളതുപോലെ നിനക്ക് വേണമെങ്കിൽ അല്ലാഹയെ വിശ്വസിക്കാം. നിനക്ക് ഇഷ്ടമില്ലയോ ആരും നിന്റെ വിഷയത്തിൽ, ഈമാനിന്റെ വിഷയത്തിൽ, ഈ തൗഹീദിന്റെ വിഷയത്തിൽ നിന്നെ ആരും നിർബന്ധിക്കാൻ വരുന്നില്ല. നിനക്ക് ഇഷ്ടമില്ല എങ്കിൽ നീ ഇതിനെ നിഷേധിച്ച് തള്ളുക. അതുകൊണ്ട് അല്ലാഹ് പറഞ്ഞ വാക്കാണ്. മതപരിവർത്തന നിരോധന ബില്ല് ആദ്യമായി ലോകത്ത് പാസാക്കിയത് ഈ BJP ഗവൺമെന്റ് ഒന്നുമല്ല, ഇസ്ലാം തന്നെയാണ്. ലാ ഇക്റാഹ ഫിദ്ദീൻ, ലാ ഇക്റാഹ ഫിദ്ദീൻ. ഖദ് തബയ്യന الرشد من الغي فمن يكفر بالطاغوت ويؤمن بالله فقد استمسك بالعروة الوثقى. അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യവും മിഥ്യയും നന്മയും തിന്മയും എല്ലാം അല്ലാഹു പഠിപ്പിച്ച് വിവരിച്ച് വിശദീകരിച്ച് തന്നു കഴിഞ്ഞു. ആരാണോ ആ സത്യത്തിൽ പിടിച്ച് അള്ളാന്റെ പാശത്തെ മുറുകെ പിടിക്കുന്നത് അത് ഒരിക്കലും തകർന്നു പോവില്ല, അതിന് തകർച്ചയില്ല. അവനെ അത് നേരെ സത്യത്തിലേക്കും അവൻ ഉദ്ദേശിച്ച സ്ഥലത്തേക്കും അവനെ കൊണ്ടെത്തിക്കും. മറിച്ച് ദുർമൂർത്തികളെയാണ് അവൻ വിശ്വസിക്കുന്നതെങ്കിൽ അത് അവനെ കൊണ്ടെത്തിക്കുന്നത് അന്ധകാരത്തിലായിരിക്കും. അവസാനം അവരുടെ സങ്കേതം നരകമായിരിക്കും. അതുകൊണ്ട് ആ സത്യവും നീതിയും പഠിപ്പിച്ചു കൊടുക്കൂ നബിയെ. ആരെയും നിർബന്ധിക്കണ്ട. ഇതിലേക്ക് തന്നെ വന്നാലേ ജീവിക്കാൻ കഴിയുമെന്നല്ല അതിന്റെ ലക്ഷ്യം. സത്യം പഠിപ്പിച്ചു കൊടുക്കുക. അപ്പൊ അവിടെയും പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നത് സ്വാതന്ത്ര്യമാണ്. നമുക്കിവിടെ ആരെയും നിർബന്ധിക്കുന്നില്ലല്ലോ. നബീന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആട്ടി ഓടിക്കാൻ വേണ്ടി ശ്രമിച്ചു. എല്ലാവരും അവിടെ നിന്ന് പോയി തിരിച്ചു മക്കയിലേക്ക് വന്നു. ആരെല്ലാം അല്ലാഹുവിന്റെ റസൂലിന്റെ മേൽ കുതന്ത്രം ചമഞ്ഞുവോ, ആരെല്ലാം നബി തങ്ങളെ ആട്ടിയോടിക്കാൻ പരിശ്രമിച്ചുവോ, അവരെല്ലാം തന്റെ മുന്നിൽ വിറങ്ങലിച്ച് നിൽക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ പേടിച്ച് വിറച്ച് വിറയാർന്ന് നിൽക്കുന്ന ആ മനുഷ്യ മക്കളോട് ഹബീബായ തങ്ങൾ ചോദിച്ചു, മാ തളുന്നൂന അന്നി ഫാഇലും ബിക്കും, ഞാനാണ് ഇന്നത്തെ നേതാവ്, ജേതാവ്. ഇന്ന് ഈ മദീനയുടെ ചെങ്കോലും മക്കയുടെ ചെങ്കോലും കിരീടവും എന്റെ കൈകളിലാണ്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് ചോദിച്ചപ്പോ ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ആ നാട്ടുകാരായ ജനത, ഏത് ജനത? സ്വന്തം പിറന്ന മണ്ണിൽ താമസിക്കാൻ അനുവദിക്കാതെ ആരാധനാ സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ട് അവിടെ നിന്ന് ആട്ടിയോടിച്ച ആ ജനതകൾ ഒന്നടങ്കം പറഞ്ഞു, ഇന്നാ നളുന്നൂക ഖൈറാ, നീ നല്ലവനാണ് മുഹമ്മദേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നോക്കിയിട്ട് അവർ പറഞ്ഞു, നീ നല്ലവനാണ്, നീ നല്ലവന്റെ മോനാണ്, നിന്നിൽ നല്ലതല്ലാതെ ഞങ്ങളൊന്നും ആഗ്രഹിക്കുന്നില്ല എന്ന് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞപ്പോൾ, അതേ അൻതുമുത്തുലഖ, നിങ്ങൾ സ്വതന്ത്രരാണ്, നിങ്ങൾ പൊയ്ക്കോളി, നിങ്ങൾ പൊയ്ക്കോളി.
ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിട്ടയച്ചു. ബദറിൽ പിടിക്കപ്പെട്ട് മദീനയുടെ പള്ളിയുടെ പരിസരത്ത് തടവിലാക്കപ്പെട്ട കുറെ ആളുകൾ, ആദരവായ റസൂലുള്ളാഹി തങ്ങളെ കൊല്ലാനും വേദനിപ്പിക്കാനും ഇസ്ലാമിനെ തകർക്കാനും പണിയെടുത്ത ക്രൂരന്മാർ. അവരിൽപ്പെട്ട ഒരാളാണ് സുഹൈബ് ഇബ്നു അംർ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിലെ കൂരി പിടിച്ച വാളുമായിട്ട് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ആ സുഹൈബിനെ ഇങ്ങോട്ട് പറഞ്ഞുവിട്, ആ തല ഞാനൊന്ന് വെട്ടിമാറ്റട്ടെ നബിയെ, അവന്റെ പല്ലടിച്ചു പൊട്ടിക്കട്ടെ. അങ്ങയെ വേദനിപ്പിക്കുകയും തെറി വിളിക്കുകയും ചെയ്ത വ്യക്തിയാണ്, അതുകൊണ്ട് അല്പം അവനെ ഒന്ന് അഴിച്ചു വിടുമോ നബി എന്ന് ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു തആല നബിയിന റസൂലുള്ളാഹി തങ്ങൾ ചോദിച്ചപ്പോ, ഉമറേ അതിവിടെ നടക്കൂല. സ്വന്തം തടവുപുള്ളികളോട് സ്വാതന്ത്ര്യം കാണിച്ചു കൊടുത്ത പരിശുദ്ധ പ്രവാചകൻ നബീന റസൂലുള്ളാഹി തങ്ങളുടെ പിതൃവ്യ പുത്രനായിരുന്ന അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു, നബിയും സ്വഹാബത്തും മദീന പള്ളിയുടെ ആ ശീതള ചായരിൽ ഉറങ്ങുമ്പോ രാത്രി ഒരു ഞരക്കം കേൾക്കുന്നു, അനക്കം കേൾക്കുന്നു, ആരോ നെടുവീർപ്പിടുന്നതായിട്ട് കേൾക്കുന്നു, ഉറങ്ങാൻ കഴിയാതെ. നബീന റസൂലുള്ളാഹി തങ്ങൾ സ്വഹാബത്തിനെ വിളിച്ചിട്ട് ചോദിച്ചു, ആരാണ് അവിടെ ഞരങ്ങുന്നത് പോലെ ഒരനക്കം, ഒരു വല്ലാത്ത ഒരു ഇന്നി അസ്മഉൽ ഹനീൻ, അങ്ങനെ നിലവിളിക്കുന്നത് പോലെ? നബീന റസൂലുള്ളാഹി തങ്ങളുടെ സ്വഹാബത്ത് വന്ന് പറഞ്ഞു, അതെ, ഇന്നലെ പിടിക്കപ്പെട്ട തടവ് പുള്ളികളിലെ അവിടുത്തെ പിതൃവ്യ പുത്രൻ അബ്ബാസ് ആണ്. നബി സല്ലല്ലാഹു, എന്താ സംഭവം? അദ്ദേഹത്തെ കെട്ടിയിട്ടിരിക്കുന്നതുകൊണ്ട് ഉറങ്ങാൻ കഴിയുന്നില്ല. ഹബീബുന റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, പോയി അഴിച്ചുവിട്, പോയി അഴിച്ചുവിട്, ആ കെട്ട അഴിച്ചുവിട്. ഒരു തടവ് പുള്ളിയോടാണ് റസൂലുള്ളാഹി തങ്ങൾ പറയുന്നത്, അഴിച്ചുവിട്, സ്വാതന്ത്ര്യം കൊടുക്ക്, അവർ സ്വസ്ഥമായി ഉറങ്ങട്ടെ, അവർ സ്വസ്ഥമായി ഉറങ്ങട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തെറി വിളിക്കുകയും പരിശുദ്ധമായ ശരീഅത്തിനെ തെറി വിളിക്കുകയും സുമാമത്ത് ഇബ്നു ഉസാൽ എന്ന് പറയുന്ന വ്യക്തിയെ അറസ്റ്റ് ചെയ്ത് റസൂലുള്ളാഹി തങ്ങളുടെ മുന്നിൽ കൊണ്ടുവന്ന് മദീനയുടെ തൂണിൽ കെട്ടിയിട്ടിട്ട് എല്ലാ ദിവസവും സുമാമത്ത് ഇബ്നു ഉസാലിന്റെ മുന്നിൽ പോയിട്ട് പറയും, നീ ഇസ്ലാമിനെ കുറ്റം പറയരുത്, ഞാൻ പറയും, എന്നാ നീ അവിടെ കിടക്ക്. റസൂലുള്ളാഹി തങ്ങളെയും തെറി വിളിക്കും, ഇസ്ലാമിനെയും തെറി വിളിക്കും. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, നീ എന്നെ തെറി വിളിച്ചോ, ഇസ്ലാമിനെ തെറി വിളിക്കരുത്. മൂന്നാമത്തെ ദിവസം അദ്ദേഹം പറഞ്ഞു, എങ്കിൽ മുഹമ്മദ് നിന്നെ ഞാൻ തെറി വിളിക്കൂല, നിന്നെ ഞാൻ തെറി വിളിക്കും, ഇസ്ലാമിനെ തെറി വിളിക്കൂല. ആദരവായ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, സഹാബ, ആ സുമാമത്ത് ഇബ്നു ഉസാലിന്റെ കെട്ടഴിച്ചുവിട്, അദ്ദേഹത്തെ സ്വതന്ത്രനാക്ക്. നബിയെ തെറി വിളിച്ചോ, പ്രശ്നമില്ല, ഇസ്ലാമിനെ കുറ്റം പറയരുത്. ആ ഒരൊറ്റ കണ്ടീഷനില് സ്വന്തം ദേഹത്തിന്റെ മേൽ ഉത്തരവാദിത്തം ഏറ്റെടുത്തിട്ട് എന്നെ തെറി വിളിച്ചാലും എനിക്ക് പ്രശ്നമില്ല. ഏതൊരു പാരമ്പര്യത്തിന്റെ ഉടമയായ ഞാൻ, അതിന്റെ വ്യക്തിയായ ഞാൻ, അതിന് ഒരു പോറലും ഏൽക്കാൻ പാടില്ല എന്ന് വിശ്വസിച്ച ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി തങ്ങൾ സുമാമത്ത് ഇബ്നു ഉസാലിനെ സ്വതന്ത്രനാക്കി വിട്ടു. ആ സ്വതന്ത്രനായ സുമാമത്ത് ഇബ്നു ഉസാൽ ഒളുവെടുത്ത് മടങ്ങി വന്ന് റസൂലുള്ളാഹി തങ്ങളുടെ കൈക്ക് പിടിച്ച് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. സുഹൈബിന് അംർ, അള്ളാഹിന്റെ റസൂലിന്റെ ശത്രുവായ അദ്ദേഹത്തെ ഉമർ റളിയല്ലാഹു തആല അൻഹു കൊല്ലാൻ ശ്രമിച്ചപ്പോ വേണ്ടാന്ന് പറഞ്ഞു. പിൽക്കാലത്ത് അദ്ദേഹം ഇസ്ലാമിലേക്ക് കടന്നു വന്നു.